തിരുകേശം സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് പുതിയ വിവാദത്തിന് കാരണമായത്. കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടിയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് തീർത്തും അനുചിതമാണെന്നും അനാവശ്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അത് കാരണമാകുമെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ സർക്കാരിന്റെ വാദം. കാന്തപുരത്തെ പരോക്ഷമായി പിന്തുണച്ചുള്ള സർക്കാരിന്റെ ഈ നിലപാടിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി സമസ്ത രംഗത്തെത്തിയത്. സത്യവാങ്മൂലം സത്യവിരുദ്ധമാണെന്നും പുതിയ റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ട SKSSF നേതൃത്വം നിലപാട് തിരുത്തിയില്ലെങ്കിൽ UDF-ന് ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. സമസ്തയുടെ അനുയായികൾ ഒരു ബഹുഭൂരിപക്ഷവും UDF-ലെ വിവിധ ഘടകകക്ഷികളുടെ പാർട്ടി അനുഭാവികളാണ്. എന്നിരിക്കെ എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ഇങ്ങനൊരു അഫിഡവിറ്റ് കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ UDF-നെതിരെ സമരരംഗത്തിറങ്ങാൻ ഒരു അപൂർവ സംഭവമാണ്. സർക്കാരിനെതിരെ രൂക്ഷമായ എതിർപ്പ് ഉയർത്തിയ സമസ്ത നേതൃത്വം ഇക്കാര്യത്തിലെ പിണറായി വിജയന്റെ നിലപാടിനെ പ്രശംസിക്കാനും മറന്നില്ല. ചൂഷണത്തിനെതിരെ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന തീവ്രവാദമായ പ്രസ്താവനയ്ക്ക് കാണുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ഘട്ടത്തിൽ കാന്തപുരം അദ്ദേഹം സപ്പോർട്ട് ചെയ്ത ആളായിട്ട് പോലും സത്യം വിട്ടുതോന്ന് പറഞ്ഞ ആർജം കാണിച്ചു ആളെ വിഷയത്തിൽ. രാഷ്ട്രീയ കാര്യങ്ങളിൽ എക്കാലത്തും ലീഗിനെയും UDF-നെയും പിന്തുണച്ച ചരിത്രമാണ് സമസ്ത വിഭാഗത്തിനുള്ളത്. അതുകൊണ്ടുതന്നെ പ്രശ്നത്തിൽ കുറഞ്ഞത് ലീഗിനെങ്കിലും അഭിപ്രായം പറയേണ്ട അവസ്ഥയാണ് സമസ്തയുടെ നിലപാടോടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.